നമസ്കാരം. സന്തോഷ് മാഷ് ഇത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. മിക്കവാറും ഞാനെന്താ പറയാൻ പോകുന്നതെന്ന്. ഈ വിഷയങ്ങൾ തമ്മിലുള്ള അതിരുകൾ ആ അതിരുകള് നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അതിരുകളുണ്ടോ? ആ അതിരുകള് നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോ അതിനെ നമ്മള് അവ്യക്തമാക്കുകയാണോ? അതിനെ ആക്രമിക്കുകയാണോ? അല്ലെങ്കിൽ അതില്ലാന്ന് നമ്മൾ തെളിയിക്കുകയാണോ? അങ്ങനെ പലതരം ചോദ്യങ്ങൾ ചിലപ്പോൾ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ അതിലേക്ക് വരും. ഇത് വളരെ പഴയൊരു വിഷയം തന്നെയാണ്. പുതിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട വിഷയങ്ങള് അല്ലെങ്കിൽ ഒരു ഗവേഷണത്തിന് ഒരു പ്രോബ്ലത്തിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അത് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണോ അല്ലെങ്കിൽ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ ഉൽപ്പത്തി തന്നെ ഇന്റർ ഡിസിപ്ലിനറി ആണോ? അങ്ങനെ പലതരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് പഠിക്കുന്ന ആൾക്കാർക്കും വരും. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ചില മാഷ് പറഞ്ഞ പോലെ ചില തോട്ട്സുകളാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പഴയൊരു ഒരു ഡയലോഗാണ് അത്. സയൻസും ഹ്യൂമാനിറ്റീസും. അപ്പൊ CP സ്നോയുടെ ഒരു എസ്സേ ടു കൾച്ചേഴ്സ്, വളരെ പ്രസിദ്ധമായ ഒരു എസ്സേ. സയൻസിന്റെ ഒരു രീതിയും ഹ്യൂമാനിറ്റീസിന്റെ ഒരു രീതിയും. ഈ എസ്സേയുടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വന്നു കഴിഞ്ഞു. സയൻസിന്റെ ഇപ്പൊ 1900 ശേഷം 1920 ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു വ്യാഖ്യാനം തന്നെ പറയണം. അത് സയൻസിന്റെ ഒരു ബ്രാഞ്ച് അല്ല അത്. ന്യൂട്ടോണിയൻ ഫിസിക്സ്, അത് കഴിഞ്ഞ് റിലേറ്റിവിറ്റി തിയറി, അതുപോലെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാനുള്ള ഒരു പുതിയ ഒരു രീതിയായിരുന്നു ക്വാണ്ടം മെക്കാനിക്സ്. അത് വരുമ്പോൾ സയൻസിന്റെ സ്വഭാവത്തിന് വലിയ വ്യത്യാസം വരുന്നുണ്ട്. പല സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ഹ്യൂമാനിറ്റീസും സയൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള വലിയ സാധ്യത തുറന്നിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സംഭവിച്ചത്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മളെ കോളേജിന്റെ ഉള്ളിലായാലും നമ്മളെ ഗവേഷണത്തിലായാലും പഠനത്തിലായാലും ഒക്കെ സയൻസ് സയൻസിന്റെ വഴിക്കും ഹ്യൂമാനിറ്റീസിന്റെ വഴിക്കും. ഞാകെ പറയാൻ നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സയൻസ് പഠിക്കുന്നവർ ഹ്യൂമാനിറ്റീസ് പഠിക്കണ്ടേ? അല്പം മനുഷ്യത്വമൊക്കെ സയൻസിന്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ അതല്ലാതെ വഴിയില്ല. ആ ഒരു ഇതവിടെ നിൽക്കട്ടെ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇത്, അങ്ങനെയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാരും അവര് സയൻസ് പഠിക്കണ്ടേ തിരിച്ചും? പക്ഷെ അങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കാറില്ല. പക്ഷെ എനിക്കോട് വളരെ അത്യാവശ്യം, രണ്ടും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാമാന്യമായിട്ടുള്ള നമ്മളൊരു ഡിസ്കഷൻ എപ്പോഴും അങ്ങനെയാണല്ലോ പോവുക. ഈ സയൻസുകാര് ലിറ്ററേച്ചറോ ഹ്യൂമാനിറ്റീസോ എക്കണോമിക്സോ ഒക്കെ പഠിക്കുന്നത് എന്തുമാത്രം അത്യാവശ്യമാണോ അത്ര തന്നെ അത്യാവശ്യമാണ് സാഹിത്യം പഠിക്കുന്നവരോ ഗവേഷണം നടത്തുന്നവരോ എക്കണോമിക്സോ പൊളിറ്റിക്സോ ലിറ്ററേച്ചറോ ഒക്കെ പഠിക്കുന്നവര് സാമാന്യമായിട്ട് സയൻസ് പഠിക്കുക എന്ന് പറയുന്നത് അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. BSA ഇന്നും അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ വലിയ വ്യത്യാസം നമ്മുടെ കോളേജിന്റെ ഉള്ളിലോ നമ്മള് പഠനത്തിന്റെ കാര്യത്തിലോ ഗവേഷണത്തിന്റെ കാര്യത്തിലോ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ എത്രയോ മുമ്പോ വരേണ്ട ഒരു കാര്യം.
അപ്പൊ ഞാനതിന് സന്തോഷ് മാഷേ, ഹലോ. അല്ല, ഈ ഫോണ്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത് ടൈറ്റില് ഞാൻ ഉപയോഗിക്കുമ്പോ അല്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ. അതെ അതെ അതെ, ഞാനിപ്പോഴാണ് റൈറ്റ്. ഇത് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്താണ് സയന്റിഫിക് കൾച്ചർ, എന്താണ് ലിറ്റററി കൾച്ചർ. നമ്മുടെ വളരെ ഒരു തരത്തിൽ വന്ന വളരെ പ്രാകൃതമായ ചില ഡിവിഷൻസും ഡെഫിനിഷൻസും ആണ്. Scientific culture has been focused on empirical evidence. ഒരുപാട് കാര്യങ്ങൾ ഈ എംപിരിക്കൽ എവിഡൻസ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് അനുഭവത്തിലുള്ള തെളിവുകളാണ്. അറ്റോമിക് സ്ട്രക്ചറിന്റെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഇപ്പോ അങ്ങനെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നേരത്തെ ഒരു ഓണ്ടോളജിക്കലായിട്ട് അതിനെപ്പറ്റി സത്താപരമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചാൽ, നേരത്തെ സന്തോഷ് മാഷായ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, ഒരു സാധനം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ ദൈവമുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് അതിനെപ്പറ്റി പറയാനാണ്. എന്നാൽ നമ്മുടെ സയൻസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉത്തരം പറയുക? സയൻസ് വളരെ മുമ്പുള്ള ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുന്നതിനേക്കാൾ മുമ്പുള്ള സയൻസിൽ രണ്ടുത്തരേ ഉള്ളൂ. വേണമെങ്കിൽ ഉണ്ട് എന്നുള്ള ഉത്തരം സയൻസിലില്ല, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് ശേഷമുള്ളതിൽ നമ്മൾ ഒരിക്കലും ഇലക്ട്രോണ് ഒരാൾ നേരെ കണ്ടിട്ടല്ല യഥാർത്ഥത്തിൽ കണ്ടു എന്ന് നമ്മൾ പറയുന്നത്. ചില ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില എവിഡൻസുകൾ, നിങ്ങൾ നടത്തുന്ന ചില എക്സ്പെരിമെന്റുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോണിന്റെ സാന്നിധ്യത്തിനെ സൂചിപ്പിക്കുന്നു. വേറൊരു എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള പിന്നെ റിസൾട്ട് ആയിരിക്കും വരും. നേരെ ഇലക്ട്രോണെ നമ്മൾ തൊടുന്നതല്ല, ആറ്റത്തിനായാലും ലോകത്തായാലും ഇത് നേരെ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ടെലസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ ഒരു സാധനത്തിനെ നോക്കുമ്പോ, ഉദാഹരണത്തിന് ഒരു ടെലസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നോക്കുമ്പോ നിങ്ങളൊരു പ്രത്യേക ജ്ഞാന വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നിങ്ങൾ നോക്കുന്നത്. നമ്മൾ സാധാരണ ഒരു സാധനത്തിന് നമ്മൾ ഒരാളെ നോക്കി കാണുന്ന മനോഭാവോ സമീപനോ അല്ല ഒരു ടെലസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഒരാൾ നോക്കി കാണുന്നത്. ഒരു പ്രത്യേക ജ്ഞാന വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നിട്ടാണ് അയാൾ ടെലസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്നത്. അപ്പോഴാണ് ചില കാര്യങ്ങൾ, അയാൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കാണുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ വേണമെങ്കിൽ ആവാം എന്ന് പറയുന്ന ഒരു രീതിയോട് സാമ്യമുണ്ട്. യഥാർത്ഥത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സയൻസില് കാണുന്ന കാര്യങ്ങൾക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഇപ്പോ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുന്നേക്കാൾ മുമ്പ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ല എന്നൊരാൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഉണ്ട് ഇല്ല. അതിനുശേഷമുള്ളതില് ഈ രണ്ട് ഉത്തരങ്ങളും അസാധ്യമാണ്. ഉണ്ടെന്നും പറയില്ല, ഇല്ല എന്നും പറയില്ല. പക്ഷെ അത് പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറയുന്ന ഒരു ടേമിലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇലക്ട്രോൺ 90% ഉണ്ട്, 80% ഉണ്ട്, 70% ഉണ്ട്. ഒരിക്കലും ഇലക്ട്രോൺ 100% ഓരോടത്തും സാധ്യമല്ല, ഓരോടത്തും 0% പറ്റില്ല.
അതിന്റെ ഇടയിലാണ് ഉണ്ടാവുക. അപ്പൊ സാധ്യതകളാണ് പറയുന്നത്. അതും നിങ്ങൾ ഇപ്പോ ഉദാഹരണത്തിന് നമ്മളൊക്കെ സ്കൂളിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യം ഓർത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോണിന്റെ സ്വഭാവം പാർട്ടിക്കിൾ നേച്ചർ ആണോ വേവ് നേച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടിക്കിൾ ഇലക്ട്രോണിന്റെ സ്വഭാവം പാർട്ടിക്കിൾ ആയിട്ട് കണങ്ങളുടെ സ്വഭാവമായിട്ട് നമുക്ക് ചില സമയത്ത് തോന്നും. അത് തോന്നാനുള്ള കാര്യം, നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സ്പെരിമെന്റ് ആണോ ഡിസൈൻ ചെയ്യുന്നത്, അതിനനുസരിച്ച് ചിലപ്പോൾ ഇത് പാർട്ടിക്കിൾ ആയിട്ടും, വേറൊരു തരത്തിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്താൽ നിങ്ങൾക്കത് തരംഗ രൂപത്തിലും കാണും. അതായത് ഇലക്ട്രോണിന്റെ സ്വഭാവം വേറെ എന്തോ ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്, പരീക്ഷണ സംവിധാനത്തിനനുസരിച്ച് അത് തരംഗ സ്വഭാവമോ കണികാ സ്വഭാവമോ കാണിക്കും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മളതിനെ നോക്കി കാണുമ്പോൾ ഈ സയന്റിസത്തിന്റെ അസുഖം ഒഴിവാക്കി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള സമീപനത്തില് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില അടുക്കലോ സാമ്യങ്ങളോ ഉണ്ട്. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ, ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം, വാട്ട് ഈസ് റിയൽ എന്ന് നിങ്ങൾ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ, നമ്മൾ മുമ്പ് ഉദ്ദേശിച്ച വസ്തുനിഷ്ഠത സയൻസിലും യഥാർത്ഥത്തിലില്ല. ഞാൻ പറഞ്ഞ മുമ്പ് നമ്മൾ എന്താണോ യാഥാർത്ഥ്യം എന്ന് നമ്മൾ നിർവഹിച്ചത്, അത്തരമൊരു യാഥാർത്ഥ്യം ഇവിടെയില്ല യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യത്തിന് നമ്മൾ കണ്ട് ഡിഫൈൻ ചെയ്തത് തന്നെ തെറ്റിപ്പോയതും ആവാൻ കഴിഞ്ഞു. വളരെ സങ്കീർണമായിട്ടുള്ളൊരു സാധനത്തിന് നമ്മൾ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് കണ്ടതാണോ മിസ്റ്റേക്ക് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. വാട്ട് ഈസ് റിയൽ, അതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നു. പുതിയ കാലത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വാട്ട് ഈസ് റിയൽ, എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇപ്പൊ ദരീദൊക്കെ പറയുന്ന ഒരു സാധനം, ഇറ്റ്സ് റാഡിക്കൽ ഓൾട്ടറിറ്റി. നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത, നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ റിയാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഒരർത്ഥത്തിൽ അത് ഹ്യൂമാനിറ്റീസിലോ ലിറ്ററേച്ചറിലോ പോയട്രിയിലോ മാത്രമല്ല, സയൻസിൽ പോലും റിയാലിറ്റിനെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കേൾക്കുന്നില്ലേ? റൈറ്റ്. ഞാൻ ഈ നാച്ചുറൽ സയൻസ് വേഴ്സസ് സോഷ്യൽ സയൻസസ് പ്രൊസീജിയേഴ്സ്, ഞാൻ അധികം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പൊതുവിൽ എന്തൊക്കെയാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറൽ സയൻസിന്റെ പ്രൊസീജിയർ, ബേസിക്കലി സയൻസ് ഈസ് എ പ്രൊസീജിയർ. അത് നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഈ താവോ ഫിസിക്സ് നിങ്ങൾ ചിലപ്പോ കേട്ടോ, ഫ്രിഡ്ജ് ഓഫ് കാപ്പറുടെ പുസ്തകം. അപ്പൊ താവോ ഫിസിക്സിന്റെ ഇപ്പൊ സെൻ ബുദ്ധിസത്തിലെ പല സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ കാണാൻ പറ്റും. ഇപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അനിശ്ചിതത്വ സിദ്ധാന്തത്തിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള സാധനം നമ്മളെ റിലീജിയസ് ടെസ്റ്റിലൊക്കെ പലതിലും കാണാൻ പറ്റും. അതിന്റെ അർത്ഥം അത് സയൻസ് ആണെന്നല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ഒരു പ്രൊസീജിയർ, സയൻസിന്റെ പ്രൊസീജിയർ, സയൻസ് ഒരു സാങ്കേതികമായിട്ട് ചരിത്രത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായ ഒരു പദമാണ്. അപ്പൊ അത് ഉണ്ടാകുമ്പോ അതിനൊരു നിർവചനമുണ്ട്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അത് സയന്റിഫിക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ അർത്ഥത്തിൽ. അല്ലാണ്ട് എല്ലാ അറിവുകളും സയൻസ് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതിന് പുറത്ത് അറിവുകളുണ്ട്. ഇതൊരു വാക്കാണ്. ആ വാക്ക് ഉണ്ടായതിനു ശേഷം മാത്രമാണ്. ആ വാക്കിന് മുമ്പ് ഉണ്ടായിരുന്ന സാധനങ്ങളൊന്നും നമ്മൾ സയൻസ് ഇപ്പൊ തീ കണ്ടുപിടിച്ചതിന് സയന്റിഫിക് ഡിസ്കവറി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആ വാക്ക് ഉണ്ടാകുമ്പോഴാണ് സയൻസ് ഉണ്ടാകുന്നത്, എല്ലാ അർത്ഥത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സയൻസ് എന്ന് പറയുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്താലാണ് ഒരു സാധനത്തിന് സയൻസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഒരു റിലീജിയസ് ടെസ്റ്റില് സയൻസിനോട് ബന്ധമുള്ള ഒരു വാചകം കണ്ടുകൊണ്ട് അത് സയന്റിഫിക് ആയില്ല. കാരണം ആ വാചകം വന്നത് സയന്റിഫിക് പ്രൊസീജിയറിലല്ല. ഒരു വാക്ക് നമുക്ക് പരിചിതമായ ഒരു വാക്കാണ്, പോസിറ്റിവിസം.
കോംഡെ സയൻസ് ഫിലോസഫിയിലെ വളരെ നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിനെ പറ്റി സംസാരിക്കുക, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. പൊതുവിലെ സയൻസിന്റെ ഒരു പ്രൊസീജിയർ അതാണ്. പോസിറ്റിവിസ്റ്റ് പലപ്പോഴും അത് വളരെ ഇപ്പോഴത്തെ കാലത്ത് അത് നിങ്ങളൊരു പോസിറ്റിവിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ടോൺ പോലും അതിനുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുന്നു ഒരു ദുസൂചന പോലും പോസിറ്റിവിസത്തിന് ഇപ്പോഴുണ്ട്. പക്ഷെ ഒരു കാലത്ത് അത് പോസിറ്റിവിസം എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു കോർ ഐഡിയ കോംഡെ. Now, right, positivism's influence on social sciences. ഇപ്പൊ നമ്മൾ കാണുന്ന ലോകം മുഴുവൻ കാണുന്ന ഒരു സാധനം, ഈ സോഷ്യൽ സയൻസിൽ പോലും നമ്മൾ സയൻസിന്റെ പ്രൊസീജിയറിന് ഈ പോസിറ്റിവിസത്തിന്റെ പ്രൊസീജിയറിന് വല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എക്കണോമിക്സിലായാലും ബാക്കി എല്ലാത്തിലായാലും മാത്സിന്റെ സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇത് എന്തുമാത്രമാണ് നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഇതൊക്കെ ശരിയാവുക? അത് നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ അത് എന്താ വെച്ചാൽ നമുക്കെല്ലാം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മതങ്ങള് ഒരു കാലത്ത് സയൻസിൽ എന്തെങ്കിലും പറയണമെങ്കിൽ മതത്തിന്റെ പെർമിഷൻ ആവശ്യമായിരുന്നു. ഇപ്പൊ മതങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ എല്ലാ മതങ്ങളും സയന്റിഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതൊരു ചരിത്രത്തിന്റെ ഒരു ഇൻവെർട്ടഡ് ഒരു ഫിനോമിനയാണ് അത്. ഒരു കാലത്ത് എന്താണോ പറഞ്ഞിരുന്നത് അതിന്റെ നേരോ വിപരീതമായിട്ടുള്ള അവസ്ഥ മതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എല്ലാം സയന്റിഫിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പൊ ആവശ്യമാണ്. ഇത് ഈ മതങ്ങളെടുത്ത അതേ പ്രൊസീജിയറാണ് നമ്മൾ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലും ചില സന്ദർഭങ്ങളിലെങ്കിലും അനാവശ്യമായിട്ട് ഈ പ്രൊസീജിയർ നമ്മൾ സയന്റിഫിക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിലക്ക് പറഞ്ഞ പോസിറ്റിവിസത്തിന്റെ ഒരു ഫിലോസഫി നമ്മൾ കടുത്ത രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് റിസർച്ചിന്റെ ഉള്ളിൽ. ഇപ്പൊ ഒരു സാഹിത്യത്തിനെ പറ്റിയിട്ടോ ലിറ്ററേച്ചറിനെ പറ്റിയിട്ടോ തിരിച്ച് സയൻസിനെ പറ്റിയിട്ടോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ സയൻസിന്റെ റിസർച്ചിന്റെ സയൻസിലായാലും എല്ലാത്തിലായാലും നമ്മളെ ഗവേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സയൻസിലും അതങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു ഫൈനൽ പോയിന്റ് ആദ്യമേ ഫിക്സ് ചെയ്യുന്നു. മിക്കവാറും കേസിൽ അതുണ്ട്, അബോധത്തിലെങ്കിലും ഉണ്ട്. അത് പ്രൂവ് ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിന് വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ തെളിവ് വന്നാലും നമ്മൾ കാണാതിരിക്കുകയും അങ്ങനെയാണ് നമ്മൾ സയൻസിലെ എക്സ്പെരിമെന്റിൽ പോലും ആ പ്രൊസീജിയർ ഉണ്ടെന്നുള്ളത് വളരെ മുമ്പേ ഉള്ളൊരു വിമർശനമാണ്. ഈ ഇന്റർഡിസിപ്ലിനറി എന്നോ അല്ലെങ്കിൽ വിഷയങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരേണ്ടതോ അതിരുകൾ മായ്ക്കേണ്ടതാണോ, നമ്മളത് ആക്രമിച്ച് കീഴടക്കേണ്ടതാണോ, നമ്മൾ അവ്യക്തമാക്കേണ്ടതാണോ, അല്ലെങ്കിൽ അപ്രസക്തമാണെന്ന് തീരുമാനിക്കേണ്ടതാണോ, ഇങ്ങനെ പല വാക്കുകളിന് ഈ അതിരുകളെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനുള്ളിലേക്ക് വരും. പക്ഷെ നമ്മൾ വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ ഇന്റർഡിസിപ്ലിനറി എന്ന് പറയാവുന്ന മനുഷ്യൻ മാർക്സ് തന്നെയാണ്. മാർക്സ് ആരായിരുന്നു? മാർക്സ് ഇപ്പോ മൂലധനം എഴുതുമ്പോ ഹി വാസ് എൻ എക്കണോമിസ്റ്റ്, ഒരു ഫിലോസഫർ ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മാർക്സ് മരിക്കുമ്പോ പത്രങ്ങൾ മുഴുവൻ വന്ന വാർത്ത എക്കണോമിസ്റ്റ് ആയിരുന്നായിരുന്നു. എക്കണോമിസ്റ്റ് അങ്ങനെ അക്കാലത്ത് കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച ആ സമയത്തില്ല. പ്രത്യേകിച്ച് വളരെ രസമുള്ള കാര്യം, മാർക്സിന്റെ പല പ്രധാനപ്പെട്ട വർക്കുകളും പബ്ലിഷ് ചെയ്യുന്നത് തന്നെ 1950 അനുബന്ധിച്ചാണ്, അതിന് മുമ്പല്ല. പക്ഷെ നമുക്ക് വളരെ മാർക്സ് ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഇന്റർഡിസിപ്ലിനറി ആയിട്ടല്ല തോന്നുന്നത്, അത് വളരെ എസെൻഷ്യൽ ആയിട്ടാണ് തോന്നുന്നത്. മാർക്സ് എക്കണോമിക്സ് സംസാരിക്കുമ്പോൾ സോഷ്യോളജിയോ ഹിസ്റ്ററിയോ ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു സബ്ജക്റ്റിലേക്കുള്ള പോക്കോ ഒന്നുമല്ല, മറിച്ച് അത് വളരെ എസെൻഷ്യൽ ആണ്. ഇത് അതില്ലാതെ നടക്കില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പൊ ഇതില് ഇപ്പോ അവിടെ തന്നെ ഇപ്പൊ ഈ മാർക്സിന്റെ മൂലധനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്
ക്രിറ്റിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന്. അതാണ് അതിന്റെ ടൈറ്റിൽ. അതൊരു വിമർശം എന്ന് പറയുന്ന ഒരു സാധനം. അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണെന്ന് തോന്നുന്നു. ചിലപ്പോ ലിറ്ററേച്ചർ തിയറി പഠിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിമർശം എന്താണെന്ന് വളരെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണല്ലോ. ഒരുപക്ഷെ ആ വാക്കിന് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് തന്നെ മുഴുവൻ തിരി ഈ പിന്നെ നമുക്ക് ഈ വിമർശത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ടെന്നുണ്ട്. അത് വളരെ നേരത്തെ ഉപയോഗിച്ച ഒരാള്, ചിലപ്പോൾ ആദ്യമായിട്ട് അത് വളരെ കാര്യമായിട്ട് ഉപയോഗിച്ച ഒരാൾ മാർക്സ് തന്നെയാണ്. അതുകൊണ്ട് ആ വാക്ക് ക്രിറ്റിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി, ഈ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ഞാനത് എടുത്തിട്ടേ ഉള്ളൂ. ലാബ് തിയറി ഓഫ് വാല്യൂ, സർപ്ലസ് വാല്യൂ, മാർക്സ് എങ്ങനെയാണ് ഇതൊക്കെ ഈ ആശയങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നത്, അതിന്റെ പിന്നിൽ ഏതൊക്കെ വിഷയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അനവധി വിഷയങ്ങൾ. ഇപ്പൊ എംഗൽസിന്റെ ആ സമയത്തുള്ള പുസ്തകം, വൈരുദ്ധ്യാത്മക പുസ്തകം, ഭൗതിക ശാസ്ത്രങ്ങൾക്ക് ഒരു മുഖവുര, മലയാളത്തിൽ കിട്ടുന്ന ഒരു പുസ്തകമുള്ളത് എംഗൽസ് എഴുതി. വളരെ അത്ഭുതകരമായിട്ട് തോന്നും. ആ സമയം വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അവര് പഠിച്ചിട്ടുണ്ട്. എംഗൽസും മാർക്സും ഒക്കെ പഠിച്ചു നോക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീട് സയൻസിന് വന്ന മാറ്റങ്ങള്, ഇപ്പൊ 1900 ശേഷം വരുന്ന ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ വരുന്ന മാറ്റങ്ങള് മാർക്സും എംഗൽസും കണ്ടിരുന്നെങ്കിൽ ആ തിയറി എങ്ങനെയായിരുന്നു എന്നുള്ളത് ആലോചിക്കുന്നതും വളരെ രസകരമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാതര ജ്ഞാന മാതൃകകളും അവര് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്, അതിനുള്ളിലേക്ക് വരുന്നുണ്ട്. അത് വരുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം കൂടുതൽ പ്രയോഗിക്കാനുള്ള ഒരു അത്യാഗ്രഹമല്ല നമുക്ക് തോന്നുന്നത്. എസെൻഷ്യാലിറ്റി അതല്ലാതെ നടക്കില്ല എന്ന് നമുക്ക് മാർക്സിന്റെ, അങ്ങനെയല്ലാതെ നടക്കില്ല എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് മാർക്സ് ആ കാര്യത്തിന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പൊതുവിൽ സോഷ്യൽ സയൻസിന്റെ പ്രൊസീജിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സയൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വ്യത്യസ്തമായിട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഇന്റർപ്രറ്റീവ് അനാലിസിസ്, സബ്ജക്റ്റിവിറ്റി. പക്ഷെ ഈ വാക്കുകളൊക്കെ നോക്കൂ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ സയൻസിലും ഉണ്ട്. ഇത് സോഷ്യൽ സയൻസിലും മാത്രമല്ല ഇതൊക്കെ ഉള്ളത്. സയൻസിലെ ഡാറ്റ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? സയൻസിന്റെ ഡാറ്റ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? അത് നിർമ്മിക്കപ്പെടുന്നത്, ഒരു മെഷീൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, ഇത് വളരെ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സയന്റിഫിക് എന്നൊക്കെ പെട്ടെന്ന് പറയുന്ന വാക്ക് കുറച്ചും കൂടി ഭയത്തിലേ നമ്മൾ പിന്നീട് ഉപയോഗിക്കുള്ളൂ. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. എനിക്ക് പലപ്പോഴും സംശയം കാര്യം, ഇപ്പൊ നമ്മൾ വളരെ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ്, ഒരു സംശയമില്ലാതെ നമ്മൾ അലോപ്പതി സയന്റിഫിക് ആണെന്ന് പറയും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചുകൊണ്ടോ ഈ സയന്റിഫിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ആ പ്രൊസീജിയർ നമ്മൾ പറയുന്ന അലോപ്പതി മെഡിക്കൽ സയൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ 1-to-1 ഈക്വലൻസി ഓഫ് ട്രൂത്ത് അതിലുണ്ടോ? അതിലെങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ കണ്ടെത്തുന്നത്? ഈ ട്രയൽ ആൻഡ് എറർ നമ്മൾ സയന്റിഫിക് അല്ല എന്ന് പറയുന്ന ഹോമിയോ, ഞാനിത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഫ്രീഡത്തിൽ സംസാരിക്കണം എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഇതൊക്കെ ഒരു ഡോഗ്മാറ്റിക് ആണ് സാധാരണയായിട്ട്. ഇപ്പൊ ഹോമിയോ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ പിന്നെ നമ്മള് ആഫീസ് കൂട്ടും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം വീണ്ടും. ഇപ്പൊ ഹോമിയോയിൽ പറയുന്ന തിയറി അനുസരിച്ചിട്ട് അത് ശരിയാണ് പറയുന്നത്, സയൻസിൽ നിലനിൽക്കുന്ന തിയറിക്ക് വിരുദ്ധവും. പക്ഷെ അത് എംപിരിക്കലായിട്ട് മനുഷ്യർക്ക് വർക്ക് ചെയ്യണമെന്നുള്ള സത്യമാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താത്ത സാധനങ്ങൾ ഉണ്ടാകാം. അതിന്റെ തിയറി അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് അത് നമുക്ക് ഇപ്പോഴും അത്തരം കാര്യങ്ങളൊന്നും മുഴുവൻ നമ്മളൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം വളരെ പ്രജുഡീസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ തീരുമാനിക്കും. ഈ സാധനങ്ങൾ ഒരു സാധനം സയന്റിഫിക് ആണ്, ബാക്കിയൊന്നും സയന്റിഫിക് അല്ല. ഞാൻ പറയുന്ന അത് ഫോളോ ചെയ്യണമെന്നോ അത്തരം ഒരു ആർഗ്യുമെന്റും അല്ല. ഞാൻ പറയുന്നത് കഠിനമായ മുൻവിധികൾ ഒരു റിലീജിയസ്, വളരെ മതപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ സയൻസിനെ പറ്റി പോലും ഇവിടെ സംസാരിക്കുന്നത്.
ഇപ്പൊ വാട്ട് ഈസ് സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതിന്റെ ഫോൾസിഫയബിലിറ്റിയാണ്. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള സാധ്യത നിലനിർത്തണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ സയന്റിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആത്യന്തിക സത്യം എന്ന് പറയുന്ന ഒരു ടോണിൽ പറയുന്ന ഒന്നും സയന്റിഫിക് അല്ല. അത് അതിന്റെ പ്രൂവൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഈ ഫോൾസിഫയബിലിറ്റി നമ്മൾ പറയുന്നത്. ഒരു തെറ്റാകാനുള്ള ഒരു സാധ്യത നിലനിർത്തണം. ഉദാഹരണത്തിന് എല്ലാ കൊക്കുകളും വെളുത്തതാണെന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു കറുത്ത കൊക്കിനെ കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കോളും. അങ്ങനെ തെറ്റാനുള്ള സാധ്യത വേണം. അതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം സയൻസിനെ സംബന്ധിച്ച് ഒരു ക്വാളിഫൈഡ് ക്വസ്റ്റ്യൻ പോലുമല്ല. ഇപ്പൊ നമ്മള് ഈ അത് പിന്നീട് വരുന്നത് ഇപ്പൊ ഇവിടെ ഇതിന്റെ ഒരു നേച്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുഴപ്പമില്ലല്ലോ, സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. വളരെ ഞാനിതിന് ഈ ടോക്കിന് വി സനിന്റെ ലേഖനത്തിനെയും കൂടി ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതുന്നതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ചില ആളുകളുണ്ട്. അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് സനിൽ മാഷ് തന്നെയാണ്, അതേപോലെയാണ് വിജയകുമാർ സാറ്, ഷീജു ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയില് സയൻസിനെ പറ്റി പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനാണ്. അതേപോലെ പുതിയ ചില ആൾക്കാർ, നിസാർ അഹമ്മദ് മാഷെ പോലുള്ള ഫിലോസഫേഴ്സ്, അത്തരം ആൾക്കാർ ഇതില് വളരെ കാര്യമായിട്ട് പല പഠനങ്ങളും വരുന്നുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ മലയാളത്തിൽ സംഭവിക്കുക വളരെ ഗൗരവമായിട്ട് പണിയെടുത്ത് ആൾക്കാർ എഴുതുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ വായിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ ഇപ്പൊ കോസാംബി വളരെ രസകരമായ ഒരു എക്സാമ്പിൾ ആയിരിക്കും. വേണമെങ്കിൽ ഒരാൾക്ക് ഒരു തീസിസ് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഉണ്ട്. കോസാംബി ഈ ഒരു കോണ്ടസ്റ്റിൽ ഇതിനെപ്പറ്റി whether he was a mathematician or a historian, how they contributed mutually, his expertise in both. ബേസിക് അടിസ്ഥാനപരമായിട്ട് കോസാംബി മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഈ ചിത്രങ്ങൾ അല്പം ഒരു കുഴപ്പമുണ്ടാവും. ഞാനിത് ഒരു AI ജനറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എഴുതി കൊടുത്താൽ ചിത്രങ്ങൾ വരുന്നത് ചിലപ്പോ പലതരത്തിലാണ് വരിക. രസവും ഉണ്ടായില്ല. ഈ കോസാംബിയുടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി സാധനത്തിന്റെ ഒരു സ്വഭാവത്തിനെ പറ്റി പഠിക്കാൻ, പലതരത്തിൽ പഠിക്കാൻ എനിക്ക് കുറെ കൂടി സൂക്ഷ്മമായിട്ട് അത് നോക്കേണ്ടതുണ്ട്. ഞാനും ചില സാധനങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കുമ്പോഴാണല്ലോ എത്ര പിന്നെ വിശാലമാണ് ഇഷ്യൂ, അല്ലെങ്കിൽ എത്ര ഡീപ്പാണിത് എന്നുള്ളത്. ഇപ്പോ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിലുള്ള അതിരുകളിൽ നിന്ന് എടുക്കുക. നിങ്ങൾ പിന്നത്തെ ഒരു ചോദ്യം വരിക, നിങ്ങൾ ഇത് ക്രോസ് ചെയ്താണോ, നിങ്ങൾ ആ അതിരിനെ ഇല്ലാതാക്കിയതാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അപ്രസക്തമാക്കിയതാണ്? ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഓരോ കേസിൽ ഇത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അപ്പൊ അത്തരം ചിന്തകളിലേക്ക് പോകാനുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ് കോസാംബി. കോസാംബി ശരിക്കും മാത്തമാറ്റീഷ്യൻ, വളരെ ഗൗരവമായിട്ട് മാത്സിനെ പറ്റി പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ടോപ്പോളജി, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലിക്കേഷൻ ഫിസിക്സ്. ഈ റീമാൻ ഇതെന്നൊക്കെ പറയുന്നത് ഐൻസ്റ്റീന് റിലേറ്റിവിറ്റി തിയറി ഒക്കെ പ്രൂവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അത് ടോപ്പോളജി, നമ്മൾ ഷേപ്പുകളെ പറ്റി പഠിക്കുന്ന വളരെ ബുദ്ധിമുട്ട് പിടിച്ച മാത്തമാറ്റിക്കൽ തിയറി. അതേപോലെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പൊ ഈ നാണയത്തിനൊക്കെ പറ്റി പഠിക്കുന്നതിനാണ് കോസാംബി ഏറ്റവും കൂടുതൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ചോദ്യം വരും, അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അതൊക്കെ വളരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. കോസാംബി എന്തുകൊണ്ടായിരിക്കും മാത്സ് ഹിസ്റ്ററിൽ ഉപയോഗിച്ചത്? കോസാംബി മാത്സ് ആണോ പഠിച്ചിരുന്നത്? അങ്ങനെ ഒരു ഇപ്പൊ എനിക്കൊന്ന് റോമില താപ്പറാണ് ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ആ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. കോസാംബി ശരിക്കും ഈ മാത്സ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്സിന്റെ ചിന്ത,
മാത്സിൽ പുതിയൊരു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയില് കൂടെ ആ വഴി കൂടെയാണോ ഇങ്ങോട്ട് വന്നത്? അതിൽ ഇതും വ്യത്യാസമാണ്. ഇപ്പൊ കൊസാംബി വാസ് നോട്ട് എ പോസിറ്റിവിസ്റ്റ്, ഹി വാസ് എ മാർക്സിസ്റ്റ്. അത് വളരെ ഡിഫറെന്റ് ആണ്. രണ്ട് കാര്യങ്ങളും നിങ്ങളൊരു പോസിറ്റിവിസ്റ്റ് ആണ്, ഒരു മാർക്സിസ്റ്റ് ആണ് എന്നുള്ളത് ഇറ്റ്സ് ഡിഫറെന്റ്. അത്തരം തലത്തിലേക്ക് ഇപ്പൊ നമ്മളിവിടെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും വളരെ പുരാതനമായ വേർഡുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോഴും അത്തരത്തില് കാര്യങ്ങള് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ കൊസാംബി പോസിറ്റിവിസ്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് അപ്പൊ കൊസാംബി സാൻ ഒരു മാർക്സിസ്റ്റ് ആയിരുന്ന ഒരാള് മാത്സ് ഉപയോഗിക്കുന്നതിന്റെ പിന്നില് പോസിറ്റിവിസത്തിന്റെ താല്പര്യമല്ലോ ഉള്ളത്. അപ്പൊ അതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് സാധനം? ഇപ്പൊ ഒന്ന് നോക്കൂ, കൊസാംബി പഠിച്ചിട്ടുള്ള ഏരിയകൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഡിഫറെന്റ് ആണ്. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഹിസ്റ്ററി, ക്രിട്ടിക്കൽ പെർസെപ്റ്റീവ്. വളരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ പോയിന്റുകൾ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇത് തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. പക്ഷെ ചില സൂചനകൾ നിങ്ങൾക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാവുന്ന ചില സൂചനകളാണ്. അപ്പൊ ഇവിടുത്തെ നമ്മളെ ബേസിക് പോയിന്റ് ഞാൻ ഉന്നയിക്കുന്നത്, കൊസാംബി എന്തായിരിക്കും ചെയ്തിരിക്കുക ഇതിൽ ആ ചോദ്യമാണ്. ഈ അതിരുകൾ അപ്രസക്തമാക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ അതിനെ ആക്രമിച്ചില്ലാതാക്കുകയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു സാധനത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതില് ഈ വളരെ ഇതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ ഇന്റർ ഡിസിപ്ലിനറി. പലപ്പോഴും അത് വളരെ പ്രശ്നം ഉണ്ടാക്കിയായിട്ടുള്ള കേസുകളുണ്ട്. ഈ ബെർഗ്സൺ ഫിലോസഫർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് വന്ന വലിയൊരു പിന്നെ ഒരു കോൺട്രവേഴ്സിയാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി വന്നപ്പോ ബെർഗ്സൺ ഫിലോസഫിക്കലായിട്ട് അതിനെ വളരെ വിമർശിച്ചു. ഒരു ഫിലോസഫറാണ് അതിനെ വിമർശിക്കുന്നത്. ഇപ്പൊ പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഫിലോസഫി തന്നെ പിന്നീട് അതിൻ്റെ അപ്രോച്ച് മാറ്റിയിട്ടുണ്ട്, സയൻസിനോടുള്ള അപ്രോച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഫിലോസഫേഴ്സ് സയൻസിൻ്റെ ഉള്ളില് പെരുമാറുന്നുണ്ട്. പക്ഷെ അവര് ഇപ്പൊ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് പോയിന്റ് സയൻസിന്റെ പ്രൊസീജിയറിലുള്ള പലതരം എലമെന്റുകളെ പുറത്തേക്ക് കൊണ്ടുവരിക, റിവീൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ സയൻസ് ഫിലോസഫേഴ്സ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. പക്ഷെ അതിനു മുമ്പാണെങ്കിൽ അങ്ങനെയല്ല. അത് പലതരത്തിലും ഫിലോസഫിയിലെ തിയറികൾ സയൻസിനെ അസാധാരണമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു മാത്തമെറ്റിക്കൽ പ്രൊസീജിയറിനെ പോലും ഫിലോസഫിയിലെ ഇപ്പൊ ടീലിയോളജിക്കൽ എന്ന് പറയുന്ന നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്സോ ഒക്കെ പഠിക്കുന്നവർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ അതിനൊരു ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും വേണം. ഈ ഫൈനൽ പോയിന്റ് വെച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ തെർമോഡൈനാമിക്സോ ശാസ്ത്രത്തിലെ പല ഏരിയകളിലും നമുക്ക് ഈ അവസാനം വെച്ചിട്ടാണ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഒരു മാത്തമെറ്റിക്കൽ പ്രൊസീജിയർ ഉണ്ടാക്കാൻ അങ്ങനെ സാധിക്കുള്ളൂ. ഇത് ഫിലോസഫിയിലെ ടീലിയോളജിക്കൽ എന്ന് പറയുന്നത് അന്ത്യമാത്ര യുക്തി എന്ന് മലയാളത്തില് പറയാം. അപ്പൊ അന്ത്യം വെച്ചിട്ട് കാര്യങ്ങളെ പഠിക്കുന്നതിനാണ്. അത് ശരിക്കും മാത്സിൽ പോലും ഉപയോഗിക്കുന്നത് ഫിലോസഫിയുടെ തിയറി വെച്ചിട്ടാണത്. ഫിലോസഫിന്ന് ഉള്ള അന്ന് നിലനിൽക്കുന്ന വളരെ പ്രബലമായിട്ടുള്ള ഒരു ഐഡിയ, ആശയത്തിന് നമ്മൾ മാത്സിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഫിലോസഫേഴ്സ് ഇപ്പൊ ഐൻസ്റ്റീനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലോസഫേഴ്സ് ഉണ്ട്. അവരെ തിയറികൾ ഈ റിലേറ്റിവിറ്റി തിയറിയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അക്കാലത്ത് ഫിലോസഫേഴ്സിന്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ് വേറെയാണ്, ഇപ്പോഴത്തെ വേറെയാണ്. അന്ന് അവർ ഡയറക്റ്റ് ആ തിയറിനെ തന്നെ ഒരു അനലൈസ് ചെയ്യുമായിരുന്നു, ക്രിറ്റിസൈസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ബെർഗ്സന്റെ ക്രിറ്റിക്ക് ഒരു പരിധി വരെ പിന്നീട് അതിനെ റീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതൊരു തരത്തിലൊരു അമേച്ചർ ആ വാക്കിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അമേച്ചർ പ്രൊഫഷണൽ, നിങ്ങൾ എപ്പോഴാണ് അമേച്ചർ ആവുന്നത് എന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത്തരം ഒരു സാധനം ബെർഗ്സന്റെ ക്രിറ്റിസിസത്തിൽ വിമർശനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഐൻസ്റ്റീന്റെ തിയറി വളരെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടു. ബെർഗ്സൺ പറഞ്ഞ പല കാര്യങ്ങളും ഫിലോസഫിയുടെ ഉള്ളിൽ നിന്നിട്ടുള്ള അല്പ അവ്യക്തമായിട്ടുള്ള ചില വിമർശനങ്ങളായിട്ട് തന്നെയാണ് പിന്നീട് അത് വായിക്കപ്പെട്ടിട്ടുള്ളത്.
He found fault not with the theories of scientific validity, but with its philosophical implications and its perceived disregard for the subjective experience of time. അപ്പൊ സമയത്തിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു ആ പ്രശ്നം. ഫിലോസഫേഴ്സ് ആയിരുന്നില്ല അതിനു മുമ്പ് വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ ബേസിന്റെ ഈ ഫോർത്ത് ഡൈമെൻഷൻ നമ്മള് കാണുന്ന, നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളും 3 ഡൈമെൻഷനിലാണ്, എല്ലാ വസ്തുക്കളും നമ്മൾ കാണുന്നത്. ഐൻസ്റ്റീന്റെ തിയറിയിൽ പറയുന്നത് സമയത്തിനെ വേറൊരു ഡൈമെൻഷനായിട്ടാണ് ഐൻസ്റ്റീൻ കണ്ടത്. 4മതൊരു ഡൈമെൻഷൻ സമയം കൂടി, സ്ഥലവും സമയവും വേറൊരർത്ഥത്തിൽ വളരെ ലളിതമാണ്. നമുക്ക് അതിന്റെ മാത്സ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ നമുക്ക് ഏതെങ്കിലും ഒരു ഇവന്റിന്, ഒരു സംഭവത്തിനെ വിശദീകരിക്കണമെങ്കിൽ, അല്ലെ, നിങ്ങൾ ഇന്ന് നടന്നൊരു സംഭവത്തിന് മുഴുവനായിട്ട് വിശദീകരിക്കണമെങ്കിൽ ഒരു സ്ഥലവും വേണം, സമയവും വേണം. എന്നാലല്ലേ, സ്ഥലം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്ന് 12 മണിക്കാണെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പൊ അങ്ങനെ അത് 3ഉം, പിന്നെ സ്ഥലത്തിനെ വിശദീകരിക്കാൻ നമുക്ക് എപ്പോഴും 3 വേരിയബിൾസ് വേണം, XYZ. 4മതൊരു വേരിയബിളും കൂടി, ഒരു ഡൈമെൻഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സമയത്തിനെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റൂ. അങ്ങനെയാണ് ആ മാത്സ് വർക്ക് ചെയ്യുന്നത്. 4th ഡൈമെൻഷൻ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തലച്ചോറ് ഈ 3 ഡൈമെൻഷൻ കാണുന്ന തരത്തിലാണ്. ഈ കാഴ്ച എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ, അത് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സാധനത്തിനെ നമ്മൾ ഈ ലോകത്തിന് ഇങ്ങനെ കാണാൻ കാരണം നമ്മളെ തലച്ചോറ് ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ടാണ്. ഇപ്പൊ 2 ഡൈമെൻഷനിലായിട്ടുള്ള തലച്ചോറാണ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ എന്ത് കാണുമ്പോഴും അതിന് എന്താ പറയാ, ഇപ്പൊ കട്ടൗട്ടർ പോലെ നമ്മൾ കാണുള്ളൂ. അതിനൊന്നും തടിയൊന്നും ഉണ്ടാവില്ല. നീളവും പിന്നെ ഉയരവും ഉണ്ടാവും, പക്ഷെ വീതി ഉണ്ടാവില്ല. അങ്ങനെ വേണമെങ്കിൽ ഒരു ഡൈമെൻഷൻ, ഇപ്പൊ 2 ഡൈമെൻഷനായിരുന്നു നമ്മളെ ബ്രെയിൻ എങ്കിൽ, നമ്മളെ തലച്ചോറിന് 2 ഡൈമെൻഷനായിട്ടേ കാണാൻ ശേഷി ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഈ ഭൂമിയിലെ പിന്നെ ഒരാൾക്കും തടി ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ മോഹൻലാലിന്റെ ഒക്കെ കട്ടൗട്ടർ കാണുന്ന പോലെ ഒരു 2 ഡൈമെൻഷനായിട്ടേ നമ്മൾ കാണുള്ളൂ. തിക്നെസ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ലോകത്തിനെ കാണാൻ കാരണം ഇങ്ങനെയുള്ള തലച്ചോറാണ് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ്. അത്രയും ആപേക്ഷികമാണ് ഇതൊക്കെ. നമ്മളെ കാഴ്ച പോലെ എന്താണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു തലച്ചോറിനനുസരിച്ചിട്ടുള്ള ഒരു ലോകത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിനെ പലതരത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ 2 ഡൈമെൻഷനായിട്ട് കാണുന്ന ഒരു ജീവി ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ നിന്ന് അതിന് അങ്ങനെ ഒരു ജീവി ഇമാജിനറി ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലോകത്തിനെല്ലാം കാണാം. ഇവിടെ ഞാൻ നേരത്തെ ഉപയോഗിച്ച ഒരു വാക്ക്, അമേച്ചർ, നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വാക്കുകളാണ്. ഈ വാക്കുകളൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഇതിനൊക്കെ ഉണ്ട്. ഈ അമേച്ചർ എന്ന് പറയുന്നത് ഈ ഫ്രാൻസിലൊക്കെ ഒരു കാലത്ത്, അതിനു മുമ്പും, ഫ്രാൻസിലൊക്കെ വരുന്ന ആ വാക്ക് പിന്നീടാണ് ഉപയോഗിക്കുന്നത്. അതിനു മുമ്പും ഈ രാജാവിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ അമേച്ചർ എന്ന് പറയുന്നത്. അത് അവിടുത്തെ നമ്മളെ മലയാളത്തിൽ പറഞ്ഞ തനി തറകളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിക്കാനാണ് അമേച്ചർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഒരു കാലത്ത് ഫ്രാൻസിൽ അത് ഒരു ഹയർ ലെവൽ ഓഫ് ആർട്ടിനെ മനസ്സിലാക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അമേച്ചർ എന്ന് ഉപയോഗിച്ചു. പക്ഷെ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് അമേച്ചർ എന്ന് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അമേച്ചർ വേഴ്സസ് പ്രൊഫഷണൽ. പ്രൊഫഷണൽ എന്ന് പറയുന്ന വാക്കിന് ഇതായിട്ടാണ് നമ്മൾ, വിപരീതമായിട്ടാണ് നമ്മൾ അമേച്ചർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ ഈ സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിരുകൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതൊരു അമേച്ചർ അറ്റംപ്റ്റ് ആണോ, അല്ലെ പ്രൊഫഷണൽ അറ്റംപ്റ്റ് ആണോ? അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷന്റെ, അങ്ങനെ ഒരു ചിന്തയുടെ ഒരു ആവശ്യം അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ അമേച്ചർ സാധനത്തിന്റെ സ്വഭാവം എന്താ? ഇപ്പൊ ഞാൻ സയൻസ് പഠിക്കുകയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതേ സമയം തന്നെ ഞാൻ സാഹിത്യം വായിക്കുകയൊക്കെ ചെയ്യും, ലിറ്ററേച്ചറോ. പക്ഷെ അത് വായിക്കുമ്പോൾ ഞാനത് വായിക്കുന്നത് ഈ പറയുന്ന ഒരു അമേച്ചറായിട്ട് അത് വായിക്കുമ്പോൾ
അതിൻ്റെ ഒരു സ്വഭാവം എന്തായിരിക്കും, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, അതും കൂടി നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ഈ അതിരുകൾ മായ്ക്കാനോ അപ്രസക്താക്കാനോ നോക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടി വരും. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം, ഇതൊരു പ്രോസസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ഇന്റർ ഡിസിപ്ലിനറി എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ ഒരു കാലത്തും നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി ഒന്നും ചെയ്യേയില്ല. നമ്മൾ തന്നെ സ്വയം പഠിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ ഒന്നും നമ്മൾ അതിലേക്ക് വലിയ കാര്യം ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരം ചില സൂക്ഷ്മതകളിലേക്ക് പോകേണ്ടി വരുന്നുള്ളതാണ് അതിനെപ്പറ്റി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ അമേച്വർ എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുള്ളതാണ്. ഇറ്റ്സ് എ പേഴ്സണൽ ജേണി ഓഫ് എക്സ്പ്ലോറിംഗ് ദ വേൾഡ് അറൌണ്ട് യു ആൻഡ് വിത്തിൻ യു. അത് അതിലുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു നേച്ചർ എന്താണെന്നുള്ളത് ഒരു അമേച്വറായിട്ട് ഞാൻ പറയുക, യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി സാധനം ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിലായിത്തീരുന്നത്, അതിനെപ്പറ്റി ചെറിയൊരു തോട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് ആവശ്യമാണെന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു വാദം. റിഫ്ലക്റ്റിംഗ് ഓൺ എക്സ്പീരിയൻസസ്, എക്സാമിനിങ് ബിലീഫ്സ്, സീക്കിംഗ് മീനിങ്, അതൊക്കെയാണ് അതിൻ്റെ ഒരു അമേച്വർ. ഫിലോസഫിക്കലി നമ്മൾ അമേച്വർ എന്ന് പറയുന്നതിന്റെ ചില വഴികൾ. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ഇതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഇപ്പൊ ഫിലോസഫിയിൽ, ഇപ്പൊ പോസ്റ്റ് മോഡേൺ ഫിലോസഫി വരുമ്പോൾ ഒരുപാട് നമ്മൾ ഇതിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്തരം സയൻസിനെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം, അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 1000 പ്ലാറ്റോ എന്ന് പറയുന്ന ഈ ഗോത്താരി ദെലൂസിന്റെ ഒക്കെ പുസ്തകത്തിലും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് സയൻസിലെ വാക്കുകളാണ്. ഇപ്പൊ റൈസോം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ, റൈസോം എന്ന് പറയുന്നത് ബോട്ടണി പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ എനിക്കൊന്ന് ഇഞ്ചിയുടെ ഒക്കെ വേരിനെ പറ്റി പറയുന്നതാണ് ഈ റൈസോം. അതായത് ഇങ്ങനെ ചില സാധനങ്ങളെ വേര് താഴേക്ക് ഒറ്റ ഒരു വേരായിരിക്കും, ടാപ്പ് റൂട്ട് പോലെ ഒറ്റ വേരായിരിക്കും. ചില വേരുകൾ ഇപ്പൊ നമുക്ക് പലയിടത്തും അത് അവൈലബിൾ ആണ്, പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ചെതറി ബ്രാഞ്ച് പോലെ ഇങ്ങനെ പോയിട്ടുണ്ടോ. ഒരു വേരിന്ന് വേറൊരു വേരുണ്ടാവുക, അതിൽ നിന്ന് വേറൊരു വേരുണ്ടാവുക, ഇങ്ങനെ പലതായിട്ട് ചെതറിപ്പോകുന്ന വേരിന്റെ സിസ്റ്റത്തിനാണ് നമ്മൾ റൈസോം എന്ന് പറയുന്നത്. അതില് ആ പുസ്തകത്തിൽ അവരെ മെയിൻ ഒരു ആർഗ്യുമെന്റ് അതാണ്. ഹിസ്റ്ററി അല്ലെങ്കിൽ പല സാധനങ്ങളും ഇപ്പോ അതുപോലെയാണ്, റൈസോം എന്നുള്ളതാണ്. അപ്പൊ ഈ വാക്കുകൾ സയൻസിലെ ആ പുസ്തകത്തില് പല കാര്യങ്ങളും നമുക്ക് വായിക്കണമെങ്കിൽ സയൻസിലെ ഒരു കോണ്ടെക്സ്റ്റ് ആവശ്യമുള്ളൂ. അവരൊക്കെ നന്നായിട്ട് അത് പഠിച്ചിട്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇത്തരം ആൾക്കാര് അല്ലെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പല ഹയർ ലെവൽ നല്ല സയന്റിസ്റ്റുകൾ വരെ ഇപ്പൊ പല ഫിസിസ്റ്റുകൾ നമ്മൾ നോക്കുമ്പോഴേ, ഇപ്പൊ നീൽസ് ബോർ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐൻസ്റ്റീൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന സയന്റിസ്റ്റുകളൊക്കെ, അവരൊക്കെ ഒരു ഗുണം, അവര് സ്കൂളിൽ നന്നായിട്ട് ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. ആ ഫിലോസഫി പഠിച്ചതിനാണ് അവർക്ക് എങ്ങനെ ചിന്തിക്കുക എന്നുള്ളൊരു വഴി കിട്ടിയിട്ടുള്ളത് സയൻസിലും. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വലിയൊരു വിഷയം അതാണെന്ന് തോന്നുന്നു. നമ്മൾ മറന്നുപോയതോ നമുക്കിപ്പോ തീരെ അറിയാത്തൊരു കാര്യം ഹൗ ടു തിങ്ക് എന്നുള്ളതാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യത്തിന് ഓർമ്മിച്ചെടുക്കുന്നതിനൊക്കെയാണ് തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ. അപ്പൊ ഇവിടെ ഒരു വളരെ നമ്മൾ എടുക്കേണ്ട ഒരു അപ്രോച്ചിനെ പറ്റിയിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പലപ്പോഴും വായിക്കുന്ന ഒരാളാണ് വാൾട്ടർ ബെഞ്ചമിൻ വാൾട്ടർ ബെന്യാമിൻ. നാസി പീരീഡിലൊക്കെ ഉണ്ടായിരുന്ന വലിയ ഫിലോസഫർ ആണോ എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ ഫിലോസഫർ ആണെന്നും നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ബെന്യാമിനെ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബെന്യാമിന്റെ വർക്കുകൾ അത്തരത്തിലായിരുന്നു. എന്നാൽ പോസ്റ്റ് മോഡേൺ ഫിലോസഫിനെ അങ്ങേയറ്റം ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്റർ, ക്രിട്ടിക്കൽ ഫിലോസഫിനെ നമ്മൾ ഇതിന് പിന്നീട് വരുന്ന സാഹിത്യത്തിൽ വരുന്ന ഇപ്പൊ ഈ കൾച്ചറൽ തിയറി, അതിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഏറ്റവും ഗംഭീരനായിട്ടുള്ള ആള് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നൊരു സമയത്ത് ആത്മഹത്യ ചെയ്തു.
അന്ന് ആ ട്രങ്ക് പെട്ടിയിൽ ഉണ്ടായിരുന്ന ചില മെറ്റീരിയലുകളാണ് പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഹൈദഗറിക്കൊക്കെ എത്തിക്കുന്നത്, ഹന്ന ആരൻറ്റ് വഴി അവിടേക്ക് എത്തിക്കുന്നതും. ഇന്ന് നമ്മൾ ഈ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം മലയാളത്തില് ഡോക്ടർ എം വി നാരായണൻ അത് അങ്ങേറ്റത്തെ ഭംഗിയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പുസ്തകം നിങ്ങൾക്ക് കിട്ടും, വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിന്റെ പ്രത്യേകിച്ച് അതിന്റെ മലയാള വിവർത്തനം അതേപോലെ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു നാരായണൻ മാഷ് ഒരു വട്ടം പറഞ്ഞത് അത് മിനിമം 1000 വട്ടെങ്കിലും മാഷ് അത് വായിച്ചു പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 1000 വട്ടം. ഇത്രയും അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത്രയും ആവശ്യമുണ്ട് അത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഈ ബെന്യാമിനും മാർട്ടിൻ ഹൈദഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സമയത്ത് നാസി ഇതിന്റെ ഒപ്പം നിന്ന ആളാണ്. ഹന്ന ആരൻറ്റ് ഹൈദഗർ സ്റ്റുഡന്റ് ആയിരുന്നു. ഇവര് ഈ വാൾട്ടർ ബെന്യാമിന് ഹൈദഗറോ ഹന്ന ആരൻറ്റൊക്കെ വളരെ വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നിട്ട് കാര്യങ്ങൾ കണ്ടിരുന്നതോ കാര്യങ്ങളോ പഠിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഇവര്. പക്ഷേ എന്തുമാത്രം ഇവര് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് നിലനിന്നിരുന്നു, എന്തുമാത്രം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തിരുന്നു. മരിക്കുന്ന സമയത്ത് പോലും ഈ എഴുതി വെച്ച സാധനങ്ങള് നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിച്ച് കൊടുക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാര് അവരെ കൂടെ അങ്ങനെ പറയാവുന്ന ആൾക്കാരല്ല. അത് ആശയപരമായിട്ട് വളരെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്കാണ് ബെന്യാമിൻ അത് കൊടുത്തിരുന്നത്. ഈ ഇങ്ങനത്തെ ഒരു രീതി നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോ നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ്. നമ്മളിവിടൊക്കെ ഇപ്പോ നമ്മളൊരു ഇക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഹൂ ഈസ് ഫാസിസ്റ്റ്? ഇതൊക്കെ സംസാരിക്കുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എത്തി നിൽക്കുക ചിലപ്പോ ആവശ്യമുള്ള ഒരു ചോദ്യം, ഒരു എസെൻഷ്യാലിറ്റി അതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ളൊരു ഒരു പ്രശ്നം അതാണ് ഈ പറയുന്നത്. നിങ്ങളെ ഇപ്പൊ ഞാൻ ഒഴിച്ചുള്ള എല്ലാരെയും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഈ അപരന്റെ പേരായി മാറി ഫാസിസ്റ്റ് എന്നുള്ളത്. നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കാൻ തയ്യാറാണോ? നമ്മൾ ഇവിടെ നിന്നിട്ട് അപ്പുറത്തേക്ക് ചൂണ്ടി അതിനെ ഡിഫൈൻ ചെയ്യുകയും അത് ഇതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബെന്യാമിനോ ഹൈദഗറോ ഹന്ന ആരൻറ്റ് ഒക്കെ ഉള്ള പോലുള്ള ആൾക്കാർ, ഇപ്പൊ ഹന്ന ആരൻറ്റിന്റെ കാര്യം തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. അതൊരു വളരെ ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് ഹന്ന ആരൻറ്റ്. അവരുടെ പുസ്തകങ്ങൾ വളരെ വ്യാപകമായിട്ട് വായിക്കുന്നുണ്ട്. ഈ അധികാരം എങ്ങനെയാണ്, ഒരു ടോട്ടാലിറ്റേറിയൻ അധികാരങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസിന് വേണ്ടി ലോകം മുഴുവൻ ഇപ്പൊ നോക്കുന്നത് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒക്കെ സമയത്തോ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഹന്ന ആരൻറ്റിന്റെ പുസ്തകങ്ങളാണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനിപ്പോ പറയുന്നില്ല. അവര് ഈ തിയറി ഓഫ് പെനാൽറ്റി എന്ന് പറയുന്നത്, അന്ന് പോൾ എക്മാൻ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഹിറ്റ്ലർക്ക് വേണ്ടി കൊന്നൊടുക്കിയ ആളെ വിചാരണ നടക്കുമ്പോ ഹന്ന ആരൻറ്റ് അത് മുഴുവൻ ഫേസ് ചെയ്ത ഒരാളായിരുന്നു, ഒരു ജൂത സ്ത്രീയായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ജർമ്മനിയിൽ നിന്ന് പോകേണ്ടി വന്ന ആളാണ്. ഭാഗ്യവശാൽ അവർക്ക് പിന്നെ വേറെ ഒരു ദുരിതം അനുഭവിച്ചില്ല. പക്ഷെ ലോകം മുഴുവൻ ഓടി നടക്കേണ്ടി വന്നുണ്ട് ഹന്ന ആരൻറ്റ്. പക്ഷെ അവര് അന്ന് ആ ട്രയൽ നടക്കുമ്പോ പോൾ എക്മാൻ വെറും ഒരു മോളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്ന വെറും ഒരു തൊഴിലാളി ആയിരുന്നു എന്നാണ് ഹന്ന ആരൻറ്റ് പറയുന്നത്. അതിന്റെ പേരിൽ അവര് ലോകം മുഴുവൻ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടു. പക്ഷെ ഇതിലൊക്കെ ഉള്ള ഒരു കാര്യം, ഇവരെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിതിനെ പറ്റി കുറച്ചും കൂടി സത്യസന്ധമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, വളരെ ഇതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതിനോട് എടുക്കുന്നുള്ളതാണ്. നമ്മൾ ഈ കാലത്ത് സംഭവിക്കുന്നത്, ഇപ്പൊ കേരളത്തിൽ തന്നെ സയൻസ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ വാട്ട് ഈസ് അൺസയന്റിഫിക് എന്നൊക്കെ പറയുന്ന സാധനത്തില് നമ്മൾ എന്താ വേണ്ടത്? ഇതിന് അപ്പുറത്തുള്ള ആൾക്കാരായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. ഇപ്പൊ റിലീജിയന്റെ അതാണ്, ദാറ്റ്സ് വാട്ട് ഐ മീൻ. ഈ ഒരു ഡയലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ റിലീജിയനും സയൻസും ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതിഭൗതികം എന്ന് പറയുന്ന ഒരു വാക്ക്, ഞാനും കുറച്ചു കാലം മുമ്പ് അതിനെപ്പറ്റി വിചാരിച്ചിരുന്നത്
അത് സയൻസിന് വിരുദ്ധമായിട്ടുള്ള സാധനങ്ങളെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് മെറ്റാഫിസിക്കലാണെന്ന് നമ്മൾ പറയും. അത് നിങ്ങൾ ഇല്ലാത്ത എന്തോ ഒരു സാധനത്തിനെ പറ്റി പറയും. പക്ഷെ അവിടെ ഇപ്പൊ ദൈവത്തിനെ പറ്റി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം നമ്മളിപ്പോ ഈ സയൻസിനെ പറ്റി അല്ലെങ്കിൽ റിലീജിയനെ പറ്റി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വീണു പോകുന്ന ഒരു ചതിക്കുഴി, ആദ്യത്തെ അവസാനത്തെ അതിലുള്ള ചോദ്യം ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പഴയൊരു സെൻ കഥ പറയുമല്ലോ, രണ്ട് ശിഷ്യന്മാര് തമ്മിൽ രണ്ടും എത്രയെന്ന് കൂട്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ തർക്കിക്കുകയാണ്. അപ്പൊ അതിൽ ഒരാൾ പറയും 4 ഒരാൾ പറയും 3. വൈകിട്ട് ഗുരു വരുമ്പോ 4 പറഞ്ഞ ആളെ പിടിച്ചിട്ടാണ് ഗുരു അടിക്കും. അപ്പൊ ഇയാൾ ചോദിക്കും, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, രണ്ടും കൂട്ടിയ 4, എന്നെ എന്തിനാണ് ഗുരു അടിച്ചത്? അപ്പൊ ഗുരു പറയുന്ന ഉത്തരം, ഈ 2 3 എന്ന് പറയുന്ന ഒരു ആളായിട്ട് ഒരു ദിവസം മുഴുവൻ വാദിച്ച് ഒരു ദിവസം വേസ്റ്റ് ചെയ്തതിനാണ് അയാടി എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ പറയുന്നത്. ആ ചോദ്യം അല്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മെറ്റാഫിസിക്സ് എന്ന് ഈ അതിഭൗതിക അല്ലെങ്കിൽ പല കാര്യങ്ങളും ചില ആശയപരങ്ങൾ ഐഡിയോളജിക്കലായിട്ടുള്ള കോൺസെപ്റ്റുകൾ, പല ഐഡിയോളജിക്കലായിട്ട് ഒരു ഐഡിയൽ എന്ന് പറയുന്ന ചില ആബ്സല്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. സയൻസിലും മാത്സിലും ഉപയോഗിക്കുന്നുണ്ട്. അത് അത്തരം ഒരു ആശയ രീതികള്, അതായത് റിലീജിയനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല, ഞാൻ പറയുന്ന അതിൽ ഇവിടെ ദൈവത്തിനുണ്ടെന്നോ ഉപയോഗിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മതത്തില് പലപ്പോഴും ഉപയോഗിക്കുന്ന ആശയ രീതികൾ, സമീപനങ്ങളൊക്കെ സയൻസിലുണ്ട് പലയിടത്തും. അപ്പൊ ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മാത്സിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ മാത്സ് അല്പം ഒന്ന് പഠിച്ചു നോക്കിയാലോ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ മനസ്സിലാവും അത് അതിൽ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്ന മെറ്റാഫിസിക്കൽ അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. അതിഭൗതികമായിട്ടുള്ള ഐഡിയകൾ നമ്മൾ സയൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, മതത്തിൽ ഉപയോഗിക്കുന്ന പോലെ അല്ലാന്നേ ഉള്ളൂ. ഇവിടെ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് വളരെ ബ്ലൈൻഡായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെ ഉള്ളതിനെ പറ്റി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ സയൻസിൽ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഹ്യൂമാനിറ്റീസിലോ അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിലും അതിന് എല്ലാത്ത സാധനങ്ങളും ഉപയോഗിക്കേണ്ടെന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ അർത്ഥത്തിൽ ആ വാചകങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ശരിയല്ലാന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. ഈ നേച്ചർ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ വസ്തുനിഷ്ഠത അല്ലെങ്കിൽ അതിലുള്ള അനിശ്ചിതത്വം എന്ന് പറയുന്നത്. പുതിയ കാലത്ത് ഈ സത്യജ്ഞാനത്തിനെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ചില വാക്കുകൾ വളരെ പ്രസക്തമായിട്ട് വരികയാണ്. ഒന്ന്, അറിവിന്റെ കാര്യത്തിലുള്ള അനിശ്ചിതത്വം. ഇപ്പൊ അത് ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് 100% ഉറപ്പിച്ച് ഇലക്ട്രോണിന്റെ പൊസിഷനെ പറ്റി പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം സയൻസിൽ പറയുന്നതിൽ എല്ലാത്തിനും അനിശ്ചിതത്വം ഉണ്ടെന്നോ ഒന്നുമല്ല. സയൻസിൽ പറയുന്ന അനിശ്ചിതത്വത്തിന് ഒരു സവിശേഷത, അത് ക്വാണ്ടിഫൈഡ് ആണ്. അല്ലാതെ അവിടെ അതില്ല, അതാണോ ഇതാണോ എന്നുള്ള പറച്ചിലല്ല. അത് ക്വാണ്ടിഫൈഡ് ആണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുകയും വേണം. അല്ലാതെ ഇത് കേൾക്കുമ്പോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇതെല്ലാം ഒരേപോലെയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നിങ്ങൾ ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു സാധനം, അതെന്താണ് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്ന പോലെ വളരെ തീർത്ത് പറയാവുന്ന സത്യങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നതിന്റെ സ്വഭാവം അതാണോ? അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതാണ്. ദരീല പറയുന്ന ഒരു വാക്ക് എനിക്ക് അത് നന്നായി തോന്നുന്നു. ഈ റാഡിക്കൽ ഓൾട്ടറേറ്റീവ് എന്ന് പറയുന്നു. ഈ റാഡിക്കൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇറപ്രസന്റബിൾ എന്നാണ് അതിന്റെ മീനിങ്. നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താൻ പറ്റില്ല യാഥാർത്ഥ്യത്തിന്. ഓൾട്ടറേറ്റീവ് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഓൾട്ടറേറ്റീവ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന
ഒരു നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, രേഖപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് സത്യം എന്നുള്ളത്. അത് വെറുതെ ഒരു ഫിലോസഫിക്കൽ അടിയല്ല അത്. അത് സയൻസിൽ പോലും നമ്മള് പഠിക്കുമ്പോൾ നമ്മള് യഥാർത്ഥത്തിൽ എത്തുന്ന ഒരു പോയിന്റാണ് അത്. അങ്ങനെയാണ് അതെന്നുള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമീപനം മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ഇന്റർ ഡിസിപ്ലിനറി ആക്കല്ല വേണ്ടത്. എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ അതായി മാറേണ്ടി വരും. നിങ്ങൾക്ക് ഒരു വിഷയവും യഥാർത്ഥത്തിൽ അതിന്റെ പരിധിക്കുള്ളിൽ നിൽക്കാൻ സാധ്യമല്ലാത്ത തരത്തിലാവും നിങ്ങൾ അത് പഠിച്ചു വരുമ്പോ. ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ വാക്കുകളൊക്കെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. സയന്റിഫിക് മെത്തേഡ് എന്താ, മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്ന് പറയുന്നത് എന്താ, ഇതിനൊക്കെ പറ്റി നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ എക്സ്പെരിമെന്റൽ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പൊ ആറ്റോമിക് സ്ട്രക്ചറിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സിന് ശേഷം പഠിപ്പിക്കുന്ന പല കോൺസെപ്റ്റുകളും എക്സ്പെരിമെന്റൽ അല്ല. നമ്മളൊരു മോഡലിംഗ് ആണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ. ആറ്റത്തിന്റെ ഓർബിറ്റൽസിനെ പറ്റി പറയും, ഈവൻ ഇലക്ട്രോണെ പറ്റി പോലും നമ്മൾ പറയുന്നത് ഒരു മോഡലിംഗ് ആണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. ഇപ്പോ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു സോപ്പ് ബബിള് എങ്ങനെ പൊട്ടുന്നുള്ളത് പഠിച്ചിട്ടും ഒരാൾക്ക് ചെയ്യാം. അതിനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചാൽ അത് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇപ്പൊ സോപ്പ്